ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കിടിലൻ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാക്ക് ആട്ടപ്പൊടി എടുത്തിട്ട് അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചുടുവെള്ളം നല്ല ചേർത്തിട്ടുള്ളത് സാധാ നോർമൽ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ കിട്ടും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആട്ടപ്പൊടി നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു 10 ഉരുളകളോളം ഉണ്ട് കേട്ടോ. 10-11 ഉരുളകളോളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു പാത്രത്തിലേക്ക് അത് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാദാ ഓയിലോ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉരുളകൾ ഓരോന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് അമർന്നിട്ട്, അതായത് കുറച്ച് ഓയിൽ മതിയാവും. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മേൽഭാഗമൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ ഓയിലൊന്നും ഇതിനാവശ്യമില്ല. ഈ ഒരു കുറച്ച് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂർ. അപ്പോൾ ഇതവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഉരുളകളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കിതൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുഴിഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്നും ഒരു ഉരുള എടുക്കാം, കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. പക്ഷേ ഇത് വീശേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കോയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് അവിടെ എവിടെയും കീറിയതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കീറിയാലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളിത് കീറിയിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് എത്രത്തോളം പരത്താൻ പറ്റുന്നോ അത്രത്തോളം ഇത് വലുതാക്കി എടുക്കാം. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിതാ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് വരട്ടതിന് ശേഷം ഇതുപോലെ നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ പൊറോട്ട ഒക്കെ ചുറ്റിയെടുക്കില്ലേ, ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കോയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് പരത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു ദോശക്കല്ലാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് നമ്മളിതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ അതിലുപയോഗിക്കുന്നത്. നമ്മൾ ഇതിൽ ഉരുളയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ബാലൻസ് ഉണ്ട് ഓയിൽ, അതാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഒരു ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി ബീഫ് കറിക്കും ചിക്കൻ കറിക്കും ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു മുട്ട പോലും ചേർക്കുന്നില്ല. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ആട്ടപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ചൊന്ന് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് വേണമെങ്കിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ നല്ലൊരു ലെയറുള്ള സൂപ്പർ പൊറോട്ട ആയിരിക്കും കിട്ടുന്നത്.